ഗുഡ് മോർണിംഗ്. ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഈ പറയുന്ന ഹൈക്കോടതി എന്ന് പറയുന്ന ആശയമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ നീതിന്യായ വ്യവസ്ഥ എന്ന ഭാഗം നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ അതിനകത്ത് സുപ്രീം കോടതിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തീർന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈക്കോടതിയാണ്. അപ്പോൾ ഹൈക്കോടതിയും അതിൽ തന്നെ കേരള ഹൈക്കോടതി എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പോൾ നോക്കിയേ, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരമോന്നതമായിട്ടുള്ള നീതിപീഠമാണ് ഈ പറയുന്ന ഹൈക്കോടതി എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നത് ഈ പറയുന്ന ഹൈക്കോടതിയാണ്. ഇന്ത്യയിലെ ഹൈക്കോടതി നിയമം നിലവിൽ വന്നത് 1861 അപ്പൊ ഇന്ത്യയിലെ ഹൈക്കോടതി നിയമം നിലവിൽ വരുന്നത് 1861 ഈ പറയുന്ന ഹൈക്കോടതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അങ്ങോട്ട് ഹൈക്കോടതികൾ സ്ഥാപിതമാകാൻ കാരണമായത്. 1861 ഹൈക്കോടതി നിയമം നിലവിൽ വരുന്ന സമയത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ക്യാനിംഗ് പ്രഭുവാണ്. 1861 ഹൈക്കോടതി നിയമം അനുസരിച്ച് പിന്നീട് ആദ്യമായിട്ട് 1862 കൊൽക്കത്തയിലാണ് ആദ്യമായിട്ട് ഹൈക്കോടതി നിലവിൽ വരുന്നത്. ആ സമയത്തെ വൈസ്രോയി, അതായത് ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതി സ്ഥാപിക്കപ്പെടുന്ന സമയത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ലോർഡ് എർജിൻ ആണ്. ഓക്കെ ആണല്ലോ. 1862 കൊൽക്കത്തയിൽ ആദ്യമായിട്ട് ഹൈക്കോടതി സ്ഥാപിതമാകുന്നു. ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതിയും കൊൽക്കത്ത ഹൈക്കോടതിയാണ്. പിന്നീട് അങ്ങോട്ട് ബോംബെ, മദ്രാസ്, പിന്നീട് 1866 നാലാമതായിട്ട് അഹമ്മദാബാദ് ഹൈക്കോടതി ഒക്കെ തന്നെ നിലവിൽ വരികയുണ്ടായി. അപ്പൊ നിലവില് 25 ഹൈക്കോടതികളാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിലവിലെ 25 ഹൈക്കോടതികളാണ് കാണപ്പെടുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്തില്ല? ഹൈക്കോടതി ഇല്ല. അപ്പം ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ ഹൈക്കോടതി, അങ്ങനെയില്ല. അങ്ങനെയാകുമ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടും ഹൈക്കോടതി വേണം, ഓരോ കേന്ദ്രഭരണ പ്രദേശത്തിനും ഹൈക്കോടതി വേണം. അങ്ങനെ ഓരോ ഹൈക്കോടതി ഇല്ല. മറിച്ച് ഇപ്പം 2, 3, 4 സംസ്ഥാനങ്ങൾ ചേർന്ന് ഒരൊറ്റ ഹൈക്കോടതി, അങ്ങനെയാണ്. അപ്പോൾ ഒരു ഹൈക്കോടതി പരിധിയിൽ തന്നെ ഒരുപാട് വിശാലമായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഹൈക്കോടതികൾ കാണപ്പെടുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഹൈക്കോടതിയും അത് വരുന്ന സംസ്ഥാനങ്ങളും ഒന്ന് നോക്കാം. ഇപ്പൊ പഞ്ചാബ് ഹൈക്കോടതി അഥവാ ചണ്ഡീഗഡ് ഹൈക്കോടതി, അപ്പൊ അതിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളാണ് പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്. അപ്പൊ പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ് എന്നീ 3 പ്രദേശങ്ങൾക്ക് ഒരൊറ്റ ഹൈക്കോടതി, അതാണ് പഞ്ചാബ് ഹൈക്കോടതി അല്ലെങ്കിൽ ചണ്ഡീഗഡ് ഹൈക്കോടതി എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന മഹാരാഷ്ട്ര, ഗോവ, ദാദ്ര ദാമൻ ദിയു അത് കേന്ദ്രഭരണ പ്രദേശമാണ്. ഇവയ്ക്ക് 3 പ്രദേശങ്ങൾക്കും വേണ്ടി ഒരൊറ്റ ഹൈക്കോടതി, അതാണ് ബോംബെ അല്ലെങ്കിൽ മുംബൈ ഹൈക്കോടതി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ മുംബൈ അഥവാ ബോംബെ ഹൈക്കോടതി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മഹാരാഷ്ട്ര, ഗോവ, ദാദ്ര ദാമൻ ദിയു അവിടുത്തെ ഒരൊറ്റ ഹൈക്കോടതിയാണ് ബോംബെ അഥവാ മുംബൈ ഹൈക്കോടതി. അതുപോലെ ഗുവാഹത്തി ഹൈക്കോടതി ആസാം, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ് ഈ 4 പ്രദേശങ്ങൾക്കും വേണ്ടി ഒരൊറ്റ ഹൈക്കോടതി, അതാണ് ഗുവാഹത്തി ഹൈക്കോടതി. അപ്പം 4 സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. അത് ആസാം, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ് എന്നിവയാണ് ഗുവാഹത്തി ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുവാഹത്തി ഹൈക്കോടതി എന്ന് പറയാം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതി ഏതാണ്? ഗുവാഹത്തി ഹൈക്കോടതിയാണ്. 4 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാ? ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം ആണ് കാണപ്പെടുന്നത്. ഇനി ഏറ്റവും വലിയ ഹൈക്കോടതി എന്ന് പറയുന്നത് ഏതാ? അലഹബാദ് ഹൈക്കോടതിയാണ്. ഈ വലുത് ചെറുത് എന്ന് പറയുന്നത് ജഡ്ജിമാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വലുതും ചെറുതും കണക്കാക്കുന്നത്. ഏറ്റവും നമ്പർ ഓഫ് ജഡ്ജിമാർ കൂടുതലാണെങ്കിൽ അത് വലിയ ഹൈക്കോടതി എന്ന് പറയും, എണ്ണം കുറവാണെങ്കിൽ ചെറിയ ഹൈക്കോടതി എന്ന് പറയും. അത്തരത്തില് ഏറ്റവും വലിയ ഹൈക്കോടതി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി എന്ന് പറയുന്നത് അലഹബാദ് ഹൈക്കോടതിയാണ്. ഏറ്റവും കുറവ് ഏതാണ്? സിക്കിമിന്റെ ഹൈക്കോടതിയാണ്. അപ്പൊ ഏറ്റവും കുറവ് സിക്കിമിന്റെ ഹൈക്കോടതി, ഏറ്റവും വലുതെന്ന് പറയുന്നത് അലഹബാദ് ഹൈക്കോടതിയുമാണ്. ഇനി സ്വന്തമായി ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ഡൽഹിയാണ്. അപ്പൊ സ്വന്തമായിട്ട് ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ഡൽഹിയാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ഇന്ത്യയിൽ 25 ഹൈക്കോടതികൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യയിൽ 25ാമതായിട്ട് ഹൈക്കോടതി നിലവിൽ വന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. 2019 ഇപ്പം നിലവിൽ 25ാമതായിട്ട് നിലവിൽ വന്ന ഹൈക്കോടതി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയാണ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് അമരാവതിയാണ്. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം ഉണ്ട്. അത് ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽക്കത്ത ഹൈക്കോടതിയുടെ പരിധിയിലാണ്. അപ്പോൾ കൽക്കത്ത ഹൈക്കോടതിയുടെ പരിധിയിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം. ഈ കൽക്കത്തയാണ് ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി എന്ന് പറയുന്നത് മാൾഡയാണ്. പശ്ചിമ ബംഗാളിലെ മാൾഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി എന്ന് പറയുന്നത്. അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിതമായത് കൊച്ചിയാണ്. കൊച്ചി ഹൈക്കോടതിയാണ്.
ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ ബെഞ്ച് സ്ഥാപിക്കപ്പെട്ട ഹൈക്കോടതി എന്ന് പറയുന്നത് കൽക്കട്ട ഹൈക്കോടതിയാണ്. അപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ ബെഞ്ച് സ്ഥാപിതമായിട്ടുള്ള ഹൈക്കോടതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേരള ഹൈക്കോടതിയിലേക്ക് വരാം. അപ്പൊ നമ്മുടെ കേരള ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ കേരള ഹൈക്കോടതി സ്ഥാപിതമായത് 1956 നവംബർ 1-നാണ് സ്ഥാപിതമായത്. ആസ്ഥാനം എന്ന് പറയുന്നത് എറണാകുളം, കൊച്ചിയാണ്. ഓക്കെ, 1956 നവംബർ 1-ന്. കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് KT കോശിയാണ്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? KT കോശിയാണ്. എന്നാൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത എന്ന് പറയുന്നത് സുജാത മനോഹർ ആണ്. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത എന്ന് പറയുന്നത് സുജാത മനോഹർ. പക്ഷെ ഇവരൊരു മലയാളിയല്ല. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാമല്ലോ, കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KK ഉഷയാണ്. ആദ്യ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുജാത മനോഹർ. അതേസമയം ആദ്യ മലയാളി വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KK ഉഷയാണ്. ഓക്കെ ആണോ? അതുപോലെ കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മാത്രമല്ല, ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടിയുണ്ട്. അതേതാണ്? ലക്ഷദ്വീപ്. അപ്പൊ ലക്ഷദ്വീപിന്റെ ഹൈക്കോടതിയും ഏത് തന്നെയാണ്? കേരള ഹൈക്കോടതി തന്നെയാണ്. ഇനി നമുക്ക് ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം, അവരുടെ യോഗ്യത, അവരെ നിയമിക്കുന്നത്, സത്യപ്രതിജ്ഞ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ നോക്കി, കേരള ഹൈക്കോടതി എന്നല്ല, ഇപ്പൊ ഹൈക്കോടതികൾ പറയുമ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത് പ്രത്യേക ഒരു എണ്ണമായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ ഹൈക്കോടതികൾക്കും ഓരോ നമ്പർ ഓഫ് ജഡ്ജിമാരാണ് കാണപ്പെടുന്നത്. എന്നാൽ സുപ്രീം കോടതിക്ക് നമുക്ക് പറയാൻ പറ്റും 34 പേരുണ്ട്. 1 + 33 ചേർത്ത് 34 പേരുണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന ഹൈക്കോടതികൾക്ക് എണ്ണം പറയാനായിട്ട് പറ്റത്തില്ല. കാരണം വ്യത്യസ്തമായിട്ടുള്ള എണ്ണമാണ് ഹൈക്കോടതി ജഡ്ജിമാർ കാണപ്പെടുന്നത്. അവരുടെ എണ്ണം തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. പ്രസിഡന്റ് ആണ് അവരുടെ എണ്ണം തീരുമാനിക്കുന്നത്. ഈ പറയുന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതിനായിട്ട് രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും അതത് സംസ്ഥാനങ്ങളിലെ ഗവർണറോടും ഉപദേശം ചോദിച്ചിട്ടാണ് രാഷ്ട്രപതി എന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത്. എന്നാൽ ഹൈക്കോടതി ജഡ്ജിമാര് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുൻപിലാണ്. ഗവർണറുടെ മുൻപിൽ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തികളുടെ മുൻപിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഹൈക്കോടതി ജഡ്ജിമാര്. ഹൈക്കോടതി ജഡ്ജിമാര് രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. അപ്പോൾ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, അതുപോലെ തന്നെ രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിയാണ്. എന്നാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുൻപിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് തന്നെയാണ്. എങ്ങനെയാണോ സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത്, അതേ മാതൃകയിൽ തന്നെയാണ് ഹൈക്കോടതി ജഡ്ജിമാരെ പ്രസിഡന്റ് നീക്കം ചെയ്യുന്നത്, സ്ഥാനമാറ്റം നടത്തുന്നത്. ഇനി ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് 62 വയസ്സാണ്. സുപ്രീം കോടതി ആകുമ്പോൾ അത് 65 വയസ്സായി. ഹൈക്കോടതി വരുമ്പോഴത്തേക്ക് അത് 62 വയസ്സാണ്. പിന്നെ അതുപോലെ തന്നെ സാലറി എന്ന് പറയുന്നത് പാർലമെന്റിന്റെ നിർദ്ദേശപ്രകാരം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റുകളുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് സാലറി കൊടുക്കുന്നത്. അപ്പോൾ ശമ്പളം കൊടുക്കുന്നത്, അതായത് സാലറി കൊടുക്കുന്നത് പാർലമെന്റിന്റെ തീരുമാനം അനുസരിച്ച് അതത് സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ് എന്ത് കൊടുക്കുന്നത്? ഈ പറയുന്ന സാലറി കൊടുക്കുന്നത്. എന്നാൽ ഒരു വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ പെൻഷൻ കൊടുക്കുന്നത് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓർത്തു വെച്ചേക്കാം. ഇവർക്ക് സാലറി കൊടുക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ്, സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. എന്നാൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിമാരുടെ പെൻഷൻ നൽകുന്നത് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്, അതായത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് കൊടുക്കുന്നതെന്ന് ഓർത്തു വെച്ചേക്കാം. അതുപോലെ റിട്ട് അധികാരം പറഞ്ഞു. അപ്പോൾ ആ റിട്ട് അധികാരം, ഈ പറയുന്ന റിട്ട് അധികാരം, അത്തരത്തിലുള്ള ഒരുപാട് അധികാരങ്ങൾ ഈ പറയുന്ന സുപ്രീം കോടതിക്കുള്ളതുപോലെ തന്നെ ഹൈക്കോടതിക്കും ഉണ്ട്. അപ്പം നമ്മൾ ഇനി ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹൈക്കോടതിക്കും തനതധികാരമുണ്ട്. അപ്പോൾ ഹൈക്കോടതിക്കും തനതധികാരമുണ്ട്, സുപ്രീം കോടതിക്കും തനതധികാരമുണ്ട്. അപ്പോൾ ഹൈക്കോടതിക്കുള്ള തനതധികാരം എന്താണെന്ന് നോക്കണം. അതുപോലെ തന്നെ ഹൈക്കോടതിക്ക് റിട്ട് അധികാരമുണ്ട്, അതുപോലെ ഹൈക്കോടതിക്ക് അപ്പീൽ അധികാരമുണ്ട്, അതുപോലെ ഹൈക്കോടതികൾക്ക് ഉപദേശക അധികാരമുണ്ട്. അപ്പോൾ ഇനി ഈ 4 എണ്ണം എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ തനതധികാരം അഥവാ ഒറിജിനൽ ജൂറിസ്ഡിക്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹൈക്കോടതിയിൽ നേരിട്ട് നമുക്കൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് സമീപിക്കാവുന്നതിനെയാണ് ഹൈക്കോടതിയുടെ തനതധികാരം എന്ന് പറയുന്നത്. ഇപ്പോൾ സംസ്ഥാന നിയമസഭ, അല്ലെങ്കിൽ പാർലമെന്റ് മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഹൈക്കോടതിയുടെ തനതധികാരം ഉപയോഗിച്ച് നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇപ്പോൾ സംസ്ഥാന നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാം. അപ്പോൾ അത് ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ ഒരു തനതധികാര പരിധിയിൽ വരുന്നതാണ്.
ഓക്കെ ആണോ? അതേസമയം ക്രിമിനൽ കേസുകളാണെങ്കിൽ നമുക്ക് കീഴ്ക്കോടതിയിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കീഴ്ക്കോടതിയുടെ തനതധികാരമാണ് ക്രിമിനൽ കേസുകൾ എന്ന് പറയുന്നത്. അതേസമയം സിവിൽ കേസുകളാകുമ്പോൾ കീഴ്ക്കോടതികൾക്കും ഈ പറയുന്ന ഹൈക്കോടതികൾക്കും ഒരുപോലെ തനതധികാരമുള്ളതാണ് സിവിൽ കേസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. ഇതാണ് ഹൈക്കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്സ് അഥവാ തനതധികാരം എന്ന് പറയുന്നത്. അടുത്ത ഹൈക്കോടതിയുടെ ചുമതലയാണ് റിട്ട് അധികാരം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു മൗലിക അവകാശങ്ങൾ ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് റിട്ട് സമർപ്പിക്കാമെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഒരു ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചതാണ്. ആ ക്ലാസ് കാണുക, മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ റിട്ട് എന്ന് പറയുന്ന ഒരു ഭാഗം കാണുമ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ റിട്ട് അധികാരം ഹൈക്കോടതിക്കും ഉണ്ട്, സുപ്രീം കോടതിയും ഉണ്ട്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 അതായത് 226 അനുസരിച്ച് ഹൈക്കോടതികൾക്കും റിട്ട് അധികാരം ഉണ്ട്. എന്നാൽ റിട്ട് അധികാരം ഏറ്റവും കൂടുതൽ വിശാലമായിരിക്കുന്നത് ഹൈക്കോടതിക്കാണ്. അതായത് വിശാലമാകുക ഇൻ ദ സെൻസ് കേസുകളുടെ അടിസ്ഥാനത്തിൽ റിട്ട് അധികാരം കൂടുതൽ വിശാലമായിട്ടിരിക്കുന്നത് ഹൈക്കോടതികൾക്കാണ്. കാരണം ഹൈക്കോടതിയിൽ നമുക്ക് റിട്ട് അധികാരത്തിന് വേണ്ടി മാത്രം പോകാൻ പറ്റുന്ന ഒന്നല്ല ഹൈക്കോടതി എന്ന് പറയുന്നത്. വേറെ പല കാര്യങ്ങൾക്കും നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. പക്ഷേ സുപ്രീം കോടതിയെ നമുക്ക് റിട്ടിന് വേണ്ടി മാത്രമേ ഡയറക്റ്റ് സമീപിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ അല്ലാതെ വേറെ പ്രശ്നങ്ങളും ഒക്കെ സംസ്ഥാനങ്ങളും കേന്ദ്രവുമായിട്ടൊക്കെ സംഭവിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു സാധാരണ ജനത്തിന് റിട്ട് അധികാരത്തിനാണ് കൂടുതൽ സുപ്രീം കോടതിയെ ഡയറക്റ്റ് സമീപിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം എന്ന് പറയുന്നത് കേസുകൾ പരിഗണിച്ച് നോക്കുമ്പോൾ അത്ര കണ്ട് വിപുലമല്ല. അത് വെച്ച് നോക്കുമ്പോൾ കേസുകളുടെ അടിസ്ഥാനത്തിൽ റിട്ട് അധികാരം വിപുലമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശാലമായിട്ടിരിക്കുന്നത് ഹൈക്കോടതിക്കാണ്. അതേസമയം ഭൂപ്രദേശത്തിനെ അടിസ്ഥാനമാക്കി നോക്കുകയാണെങ്കിൽ റിട്ട് അധികാരം വിശാലമായിട്ടിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. നമുക്കറിയാലോ സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പരമോന്നതമായിട്ടുള്ള കോടതിയാണ്. മറ്റേത് സംസ്ഥാനങ്ങളിൽ മാത്രം ഭൂപ്രകൃതി ഒതുങ്ങുമ്പോൾ ഇത് മൊത്തത്തിൽ ഇന്ത്യ മൊത്താകെ വരുമ്പോൾ സുപ്രീം കോടതിയിലാണ് ഭൂപ്രദേശം അനുസരിച്ച് റിട്ട് അധികാരം വിശാലമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഓർത്ത് വെച്ചേക്കാം. ഇതാണ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരം എന്ന് പറയുന്നത്. ഇനി ഹൈക്കോടതിക്കുള്ള അടുത്തൊരു അധികാരമാണ് അപ്പീൽ അധികാരം. സുപ്രീം കോടതിക്ക് ഉണ്ടല്ലോ അപ്പീൽ അധികാരം. ഹൈക്കോടതിക്കുള്ള അപ്പീൽ അധികാരം എന്ന് പറയുമ്പോൾ കീഴ്ക്കോടതികളുണ്ട്. ഇപ്പം സിവിൽ ക്രിമിനൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് കീഴ്ക്കോടതികൾക്ക് പോരാ എന്ന് തോന്നുവാണെങ്കിൽ, അതിന്റെ വിധി പോരാൻ തോന്നുവാണെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിലേക്ക് എന്ത് കൊടുക്കാം? അപ്പീൽ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അപ്പീൽ പുനഃപരിശോധിക്കും. അപ്പോൾ കേസ് പുനഃപരിശോധിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് അപ്പീൽ അധികാരം എന്ന് പറയുന്നു. അതുപോലെ സൂപ്പർവൈസറി അധികാരം അഥവാ ഉപദേശക അധികാരം, അത് ഹൈക്കോടതിക്കുള്ള ഒരു അധികാരമാണ്. അതായത് സംസ്ഥാനങ്ങളിലെ കീഴ്ക്കോടതികൾ, ആ കീഴ്ക്കോടതികളെ മേൽനോട്ട ചുമതല ആർക്കാണ്? ഈ പറയുന്ന അതത് സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതികൾക്കാണ്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ പരിധിയിൽ വരുന്ന ബാക്കിയുള്ള കീഴ്ക്കോടതികളും മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ കോടതികളുടെ ചുമതല അല്ലെങ്കിൽ ആ കോടതിക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ നോക്കി നടത്തേണ്ടത് ആരാണ്? അതത് സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഉപദേശക സ്വഭാവം കൂടി അല്ലെങ്കിൽ ആ ചുമതല കൂടി ഹൈക്കോടതികൾക്ക് ഉണ്ട്. അപ്പൊ ഇതാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത്. ഇനി ഹൈക്കോടതിയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇപ്പൊ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കാം, അല്ലെങ്കിൽ മദർ ടങ്ങിൽ നമുക്ക് ഹൈക്കോടതിയിൽ സംസാരിക്കാം. അപ്പോൾ സുപ്രീം കോടതിയുടെ വർക്കിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. അതേസമയം ഹൈക്കോടതിയുടെ വർക്കിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. എന്നാൽ ഇപ്പം ഹിന്ദി സംസാരിക്കാം, അതുപോലെ മദർ ടങ് ഉപയോഗിക്കാം. അപ്പം മലയാളം നമ്മുടെ കേരള ഹൈക്കോടതിയിൽ എന്ത് ഉപയോഗിക്കാം? മലയാളം ഉപയോഗിക്കാം, മദർ ടങ്ങും ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഹൈക്കോടതി, അതുപോലെ കേരള ഹൈക്കോടതിയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കീഴ്ക്കോടതികളെ പറ്റി കൂടി നോക്കാം. എന്തായാലും നമ്മൾ നീതിന്യായ വ്യവസ്ഥ പഠിച്ചതാണ്. അപ്പം ഹൈക്കോടതി, സുപ്രീം കോടതി അത് വെച്ച് നിർത്താതെ നമുക്ക് കീഴ്ക്കോടതികളെ കൂടി ജസ്റ്റ് ഒന്ന് ഓർക്കാം. ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിഗണിക്കാൻ വേണ്ടിയിട്ട് എന്ത് കോടതികളുണ്ട്? ജില്ലാ കോടതികളുണ്ട്, അല്ലെ? ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കാൻ വേണ്ടി ജില്ലാ കോടതികളുണ്ട്. അപ്പൊ ജില്ലാ കോടതികൾ, സബ് കോടതികൾ, ഈ പറയുന്ന മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ കീഴ്ക്കോടതികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സുപ്രീം കോടതി, അത് കഴിഞ്ഞ് ഹൈക്കോടതി വരുന്നു, അതിന് കീഴിൽ ബാക്കിയുള്ള കീഴ്ക്കോടതികൾ വരുന്നു. കീഴ്ക്കോടതികളിൽ തന്നെ ജില്ലാ കോടതികളുണ്ട്, അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് സബ് കോടതികളുണ്ട്, മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മൾ കീഴ്ക്കോടതികൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളും തീർപ്പ് കൽപ്പിക്കുന്ന അധികാരം എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? ഈ പറയുന്ന കീഴ്ക്കോടതികൾക്കുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള സിവിൽ കേസുകളോ ക്രിമിനൽ കേസുകളോ ഒക്കെ വന്നാൽ അതിനുമേൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് ആരാണ്? കീഴ്ക്കോടതികളാണ്. അതുപോലെ തന്നെ ഒരു ജില്ല എടുത്തു കഴിഞ്ഞാൽ ആ ജില്ലയിലെ ഏറ്റവും ഉയർന്ന സിവിൽ കോടതി എന്ന് പറയുന്നത് ജില്ലാ കോടതി ആയിരിക്കും, അല്ലെ? അപ്പൊ ജില്ലയിലെ ഉയർന്ന സിവിൽ കോടതി എന്ന് പറയുന്നത് ജില്ലാ കോടതി ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ക്രിമിനൽ കോടതിയും ഏത് തന്നെയാണ്? ജില്ലാ കോടതി അല്ലെങ്കിൽ സെക്ഷൻ കോടതി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന സിവിൽ കോടതി അറിയപ്പെടുന്നത് ജില്ലാ കോടതി എന്നാണ്. ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ക്രിമിനൽ കോടതി അറിയപ്പെടുന്നത് ജില്ലാ കോടതി അല്ലെങ്കിൽ സെക്ഷൻ കോടതി ആയിരിക്കും. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതിയാണ് മുൻസിഫ് കോടതി എന്ന് പറയുന്നത്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതിയാണ് മുൻസിഫ് കോടതി എന്ന്
പറയുന്നത്. അതേസമയം ക്രിമിനൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും താഴ്ന്ന കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതി എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതിയാണ്. എന്നാൽ സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതിയാണ് മുൻസിഫ് കോടതി എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കീഴ്ക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇത് ഹൈക്കോടതികളും കീഴ്ക്കോടതികളെ പറ്റിയിട്ടുള്ള ആശയമാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗം നമ്മൾ കഴിഞ്ഞു. അപ്പോൾ നീതിന്യായ വ്യവസ്ഥ, തേർഡ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞു. അപ്പോൾ മുന്നത്തെ ക്ലാസ്സും ഈ ക്ലാസ്സും കൂടെ കണ്ട് പൂർണ്ണമായിട്ട് നീതിന്യായ വ്യവസ്ഥ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻ്റ് ആയിട്ട് എഴുതുക. അടുത്ത ക്ലാസ്സിൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്